കീഴടങ്ങാനില്ലെങ്കിലും പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാനും പോലീസിനെ വെല്ലുവിളിച്ച് അർജുനായി. താൻ ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുണ്ടെന്നും കൊടുക്കാനുള്ളത് സമയത്ത് തന്നെ കൊടുക്കുമെന്നും ഭീഷണി. കോതമംഗലം ഊന്നുകൽ SHOയെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ആ ശബ്ദരേഖയിലേക്ക്. എന്നോട് ഞാൻ തന്നോട് പറഞ്ഞു, ഞാൻ കീഴടങ്ങാനാണ് ഉദ്ദേശം. ഹൈക്കോടതി ഇതെല്ലാം തള്ളിയല്ല, ഞാൻ ഹാജരായി അതിൻ്റെ കാര്യങ്ങൾ നേരിടാൻ വന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ കീഴടങ്ങാൻ ഉദ്ദേശമുള്ള ഒരുത്തനാണ് നിങ്ങൾ അവൻ്റെ സുഹൃത്തുക്കളെ ലൊക്കേഷൻ നോക്കിയിട്ട് പോയിട്ട് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ നിൻ്റെ പേര് പറഞ്ഞപ്പോൾ നീ അടുത്ത CI ആണെന്നാണ്, ഊന്നുകൽ സ്റ്റേഷനിലെ CI ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. ഞാൻ അതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിന്നോട് കീഴടങ്ങാം, സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടും എനിക്കെന്നെ വന്ന് പിടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ വന്ന് പിടിക്കും. നീ ഇനി വന്ന് പിടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഏതായാലും ഹൈക്കോടതിയിൽ ഞാൻ നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ ഇനി ജാമ്യം എടുത്തിട്ടേ വരുന്നുള്ളൂ. അതിന് മുമ്പേ നിനക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും. മര്യാദയ്ക്ക് കീഴടങ്ങാന്ന് പറഞ്ഞ ഒരുത്തന വെറുതെ ചൊറിഞ്ഞിട്ട് നിൻ്റെ സഹപ്രവർത്തകൻ നിൻ്റെ ആളായിരിക്കും CI. എന്നെ വേണ്ടാത്ത കേസിലേ, അനാവശ്യമായിട്ടൊരു കേസിലേ എന്നെ എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ട് പോയി 21 ദിവസം ജയിലിൽ കിടത്തിയ ആൾ നിൻ്റെ ആളായിരിക്കും. അപ്പോൾ അവന് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുള്ളൂ. കൊടുക്കേണ്ടത് കൊടുത്തിട്ടുമില്ല ഇതുവരെ. അത് കൊടുക്കും, അത് സമയമാകുമ്പോൾ ഞാൻ കൊടുക്കും. അപ്പോൾ എനിക്ക് അത്രത്തോളം അവനോട് ആത്മാർത്ഥത ഉണ്ടായിട്ടാണ് നീ എന്നെ പിടിക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കളെ ലൊക്കേഷനും എടുത്തിട്ട് അവരുടെയൊക്കെ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും. ഇനി ഞാനും അതേ സെറ്റപ്പ് തന്നെ. ഞാൻ മര്യാദയ്ക്ക് അതിനോട് പറഞ്ഞു കീഴടങ്ങുമല്ല ഹാജരാവാം. കീഴടങ്ങുന്നുള്ളൊരു ഒരു പദപ്രയോഗം. വിവിധ ക്രിമിനൽ കേസുകൾപ്പെട്ട അർജുനായെങ്കിൽ പോലീസിനെ ഇത്തരത്തിൽ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത്. പോലീസിന് തന്നെ നാണക്കേടാണ്. കാരണം ധൈര്യമുണ്ടെങ്കിൽ എന്നെ പിടിക്ക്, ഞാൻ ജാമ്യം എടുത്ത് മാത്രമേ പുറത്തു വരികയുള്ളൂ, താൻ എവിടെയാണ് കഴിയുന്നത്, ഒളിവിൽ കഴിയുന്നതെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ തന്നെ കണ്ടെത്തൂ എന്നാണ് അർജുനായെങ്കിൽ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും മിഥുൻ അയ്യപ്പൻ ചേർന്നു. മിഥുൻ, ഇപ്പോൾ ഈ ശബ്ദ സന്ദേശം പുറത്തു ഉണ്ടല്ലോ, പ്രത്യേകിച്ചും അർജുനായെങ്കിൽ ഇത്തരത്തിൽ പോലീസിനെ വെല്ലുവിളിക്കുന്ന ശബ്ദരേഖ, എന്താണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? മിഥുൻ അയ്യപ്പൻ. ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് നേരത്തെ തന്നെ ഒരു ഭീഷണിയുടെ പുറത്ത് വലിയ രീതിയിൽ വിവാദമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ ഇത് സംബന്ധിച്ച് കോതമംഗലത്ത് നിന്നാണ് അർജുൻ ആയങ്കിയെ പിടികൂടുന്നത്. സുഹൃത്തിന്റെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അർജുൻ ആയങ്കിയും സുഹൃത്തുക്കളും എത്തിയപ്പോൾ അവരെ ആ റിസോർട്ടിൽ നിന്നാണ് കോതമംഗലം SHO ഇയാളെ പിടികൂടുന്നത്. അത് സംഘടിത കുറ്റകൃത്യത്തിന് ശ്രമിച്ചു എന്നതിന്റെ പേരിലായിരുന്നു അത്തരത്തിൽ പിടിച്ച് അകത്തിട്ടത്. അത് വലിയ രീതിയിൽ അർജുൻ ആയങ്കിയെ ചൊടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക്, തന്നെ മര്യാദയ്ക്ക് പെൻഷൻ വാങ്ങി വീട്ടിലിരുത്തില്ല എന്നുള്ള വലിയ വെല്ലുവിളി ഫേസ്ബുക്കിലടക്കം, അതായത് സോഷ്യൽ മീഡിയയിലൂടെ അടക്കം നടത്തിയത്. അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ഹൈക്കോടതിയും തള്ളിയതിന് പിന്നാലെ ഇയാളെ അർജുൻ ആയങ്കിയെ ഇത്തരത്തിൽ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് കീഴടങ്ങുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലൂടെ പുരോഗമിക്കുകയായിരുന്നു പോലീസ്. അതിനുവേണ്ടിയാണ് ഊന്നുകൽ SHO ചില ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഊന്നുകൽ SHOയുമായി നടത്തിയ ഒരു സംഭാഷണവും ഊന്നുകൽ SHOയെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് താൻ കീഴടങ്ങാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു, ഹാജരാവാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. പക്ഷേ തൻ്റെ സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ എടുത്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങുന്നു. കീഴടങ്ങാൻ പോകുന്ന ഒരു പ്രതിയെ എന്തിനാണ് ഇങ്ങനെ സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ എടുത്ത് പോലീസ് ശ്രമിക്കുന്നത്? അതുകൊണ്ട് തന്നെ താൻ ഇനി കീഴടങ്ങുന്നില്ല, തനിക്ക് അത്രയും ബുദ്ധിയുണ്ടെങ്കിൽ തന്നെ ഇവിടെ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ തനിക്ക് കഴിയുമെങ്കിൽ ചെയ്തു കാണിക്കൂ എന്നാണ് അർജുൻ ആയങ്കി ഭീഷണിപ്പെടുത്തുന്നത്, വെല്ലുവിളിക്കുന്നത്. മാത്രമല്ല ഇത് വീണ്ടും ആ ഭീഷണി ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം തന്നോട് ചെയ്തതിൻ്റെ ഒന്നും താൻ തിരികെ നൽകിയിട്ടില്ല. അത് തീർച്ചയായിട്ടും അവസരം വരുമ്പോൾ പോലീസുകാർക്ക് തൻ്റെ ഭാഗത്തു നിന്ന് അത് നേരിടേണ്ടി വരുമെന്നുള്ള ഒരു ഭീഷണിയും അസഭ്യവർഷവും ഈ അർജുൻ ആയങ്കി ഈ ഓഡിയോയിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് യാതൊരു മാറ്റവും അർജുൻ ആയങ്കിക്കില്ല. ഓപ്പറേഷൻ സ്റ്റീൽ ബേർഡിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നീക്കം, അതായത് ഇത്തരമൊരു നടപടിയിലേക്ക് പോലീസ് നീങ്ങിയിരുന്നത്. പക്ഷേ ഭീഷണി, നമുക്കറിയാം CPMൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു, ഒപ്പം തന്നെ DYFIയുടെ സൈബർ പോരാളി എന്നുള്ള നിലയ്ക്കെല്ലാം
വലിയ രീതിയിൽ പേരെടുത്ത വ്യക്തിയാണ്, കുപ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ് അർജുൻ ആയങ്കി. നിരവധി ക്രിമിനൽ ആക്ടിവിറ്റീസുകളിലും പങ്കെടുത്ത വ്യക്തിയാണ്. പ്രത്യേകിച്ച് സ്വർണം പൊട്ടിക്കലടക്കമുള്ള അതുപോലെ തന്നെ വിവിധ അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കുപ്രസിദ്ധനായ വ്യക്തിയാണ് ഈ അർജുൻ ആയങ്കി. അർജുൻ ആയങ്കി ഇത്തരത്തിലുള്ള നിരന്തരം ക്രിമിനൽ ആക്ടിവിറ്റീസുകളിലെ ഭാഗമാകുന്ന ഒരു വ്യക്തിയാണ്. ആൾ വീണ്ടും പോലീസുകാർക്കെതിരെ ഭീഷണിയും വെല്ലുവിളിയും അസഭ്യവർഷവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വിനോദ്. ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഫോണിലൂടെ അസഭ്യവർഷം ചൊരിഞ്ഞതോടുകൂടി പോലീസ് ഇയാളെ കണ്ടെത്താൻ എന്തെങ്കിലും ഊർജിതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? വേണമെങ്കിൽ പോലീസിന് ഈ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതല്ലേ മിഥുൻ അയ്യപ്പൻ? തീർച്ചയായിട്ടും അത്തരത്തിൽ നിയമ നടപടിയിലേക്ക് വീണ്ടും കടക്കാവുന്നത് കൂടിയാണ്. മാത്രമല്ല ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷ നിരസിച്ചത്. അതായത് അർജുൻ ആയങ്കിയുടെ ജാമ്യാപേക്ഷ നിരസിച്ചത്. അതുകൊണ്ട് തന്നെ ഒളിവിൽ കഴിയുകയാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ പിടികൂടാൻ ഇനി പോലീസിന് മറ്റ് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നുമില്ല. അതൊരു സാമർഥ്യത്തിൻ്റെ അടക്കമുള്ള കാര്യമാണ്. ആ സാമർഥ്യത്തെ കൂടിയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അർജുൻ ആയങ്കി. അപ്പോൾ പോലീസ് ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. മറ്റൊരു കേസ് കൂടി അർജുൻ ആയങ്കിക്ക് മേൽ നൽകാവുന്ന അതും കൂടി മാത്രമല്ല ഇപ്പോൾ അർജുൻ ആയങ്കി ഇനി ഈ ഹൈക്കോടതിയിൽ നിർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇനി അതിൽ നിർത്തുന്നില്ല. ഇനി ഞാൻ ജാമ്യം നേടിയിട്ട് മാത്രമേ നിങ്ങളുടെ എല്ലാം മുന്നിൽ എത്തുകയുള്ളൂ എന്നാണ്. അതായത് ഇനിയിപ്പോൾ ഹൈക്കോടതിക്ക് മുകളിൽ സുപ്രീം കോടതിയിലടക്കം അർജുൻ ആയങ്കി പോകുമെന്നുള്ള ഒരു സൂചനയാണ് ആ ഓഡിയോയിൽ നൽകുന്നത്. പക്ഷേ അത്തരം നടപടിയിലേക്ക് കടക്കുമോ എന്നറിയില്ല. ഏതായാലും പോലീസിന് ഇപ്പോൾ അർജുൻ ആയങ്കിയെ പിടികൂടാൻ മറ്റു തടസ്സങ്ങളില്ല. ഈ ഭീഷണിയുടെ കൂടി പശ്ചാത്തലത്തിൽ അന്വേഷണം ശക്തമാക്കുകയും ഒപ്പം തന്നെ ഒരു കേസ് കൂടി അർജുൻ ആയങ്കിക്ക് മേൽ നൽകാവുന്നത് കൂടിയാണ് വിനോദ്. ഇത്തരത്തിലാണ് ഒളിവിൽ കഴിയുന്ന ക്രിമിനൽ അർജുൻ ആയങ്കി പോലീസിനെതിരെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ തന്നെ പിടികൂടൂ, താൻ മുൻകൂർ ജാമ്യം നേടിയ ശേഷമേ പുറത്തു വരികയുള്ളൂ എന്നുള്ള തരത്തിലാണ് പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം പുറത്തു വന്നത്. എങ്കിലും ഇയാളെ പിടികൂടാൻ കേരള പോലീസിന് ആവുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും മിഥുൻ അയ്യപ്പൻ പങ്കുവെക്കുന്നത്. ഒഴിയാതെ ദുരിതപ്പെയ്ത്ത്.